വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉപയോഗശൂന്യമായ മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ഹോമിയോ ആശുപത്രിയുടെ താഴത്തെ നിലയിലെ വാർഡ് ശുചീകരിച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ NSS വോളണ്ടിയേഴ്സും നഗരസഭാ അധികൃതരും ഒരുമിച്ചാണ് ശുചീകരണത്തിൽ പങ്കാളികളായത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉപയോഗശൂന്യമായ മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ഹോമിയോ ആശുപത്രിയുടെ താഴത്തെ നില ശുചീകരിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ 3 തവണയാണ് ആശുപത്രിയുടെ വാർഡ് പ്രവർത്തിക്കുന്ന താഴത്തെ നിലയിൽ വെള്ളം കയറിയത്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഹോമിയോ ആശുപത്രി. ആദ്യ തവണ വെള്ളം കയറിയപ്പോൾ തന്നെ പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രോഗികളെയും താഴത്തെ നിലയിലുണ്ടായിരുന്ന സാധന സാമഗ്രികളും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ NSS യൂണിറ്റിലെ 15ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പാമ്പുൾപ്പെടെയുള്ള ഇഴജന്തുക്കളും വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി വാർഡുകളിൽ അവശേഷിച്ചിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ അധികൃതരും വിദ്യാർത്ഥികൾക്കൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. വരും തലമുറയ്ക്ക് പ്രചോദനമാകുന്ന പ്രവർത്തനങ്ങളാണ് NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നതെന്നും സാമൂഹിക ഉത്തരവാദിത്വം ഊട്ടിയുറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ സമൂഹത്തിന് നൽകുന്ന മാതൃകയെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നമ്മളെപ്പോഴും ജെൻസീസ് എത്രമാത്രം സോഷ്യൽ കമ്മിറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ യുവജനങ്ങളാണ് മുന്നോട്ടിറങ്ങി, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾ, നിർമ്മല കോളേജിലെ NSSന്റെ കുട്ടികൾ തുടങ്ങി മറ്റ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇറങ്ങിയിട്ടാണ് ഒരു നഗരസഭ രൂപീകരിച്ച ഒരു സ്ക്വാഡിന്റെ കീഴിൽ അവർ ഈ ഒരു ശുചീകരണ പ്രവർത്തികൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഇന്നിപ്പം നിൽക്കുന്ന നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലാണ്. ഹോമിയോ ഹോസ്പിറ്റലിൽ ഒരു ഫ്ലോർ ഫുള്ള് തന്നെ വെള്ളം കയറിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു തവണ ക്ലീൻ ചെയ്തെങ്കിലും രണ്ടാമത് വീണ്ടും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ചെറിയ നൂൽപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ളവ ഇതിനുള്ളിൽ കാണുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെ ഈ കുട്ടികൾ അത് ക്ലീൻ ചെയ്യുവാനായിട്ട് മുമ്പോട്ട് വന്നു. അവരെ എത്ര അകമഴിഞ്ഞ് അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഒരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് വിപുലമായ മാസ് ക്ലീനിങ്ങുമായിട്ട് നഗരസഭ മുമ്പോട്ടുണ്ടാവും. ഈ നമ്മൾ കൊടുക്കുന്ന സാധനം തിരിച്ചു തരുമെന്ന് പറഞ്ഞതുപോലെ പുഴയിലേക്ക് എറിഞ്ഞതും നമ്മുടെ വെള്ളക്കെട്ടുകളിലേക്കും എറിഞ്ഞതുമായിട്ടുള്ള വേസ്റ്റ് ഈ വെള്ളപ്പൊക്കത്തിൽ തിരിച്ചിങ്ങോട്ട് തന്നിട്ടുണ്ട്. അത് ഓരോ വീടുകളും അത് കാണുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള വേസ്റ്റ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളുമായിട്ട് നഗരസഭ പോകും. ഈ ഒരു പദ്ധതിയിൽ കൂടുതലും ഇത്തരത്തിലുള്ള വോളണ്ടിയേഴ്സിനെ നഗരസഭ ഉപയോഗപ്പെടുത്തും. അതിനു വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് വർക്കുകളുമായിട്ട് മുമ്പോട്ട് പോകും. വാർഡ് ശുചീകരിച്ച് അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ കിടപ്പ് രോഗികളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ. ബെഡുകളും മരുന്നുകളും ഉൾപ്പെടെയുള്ള എല്ലാ സാധന സാമഗ്രികളും സുരക്ഷിതമായ 2ാം നിലയിലേക്ക് മാറ്റിയിരുന്നു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.